അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. 1991 ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച രാവിലെ ആലപ്പുഴയിലെ ഓമനപ്പുഴ കടപ്പുറത്ത് വലിയ ആൾക്കൂട്ടം അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു വലിയ സിനിമ ആകാൻ പോകുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗാണ്. അത് മറ്റൊന്നുമല്ല, അമരം എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ്. നാട്ടുകാരായ ആളുകളാണ് അവിടുത്തെ തിരക്കുകൾ മുഴുവൻ നിയന്ത്രിക്കുന്നതും. മമ്മൂട്ടി എന്ന അതുല്യ നടൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ സിനിമ, മമ്മൂട്ടി അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് പറഞ്ഞ സിനിമ, ഭരതൻ ടച്ച് കൊണ്ട് മലയാളികളെ ത്രസിപ്പിച്ച, ഭരതൻ ടച്ച് മലയാളികളുടെ നെഞ്ചിലേറ്റിയ ഭരതനാണ് സിനിമയുടെ സംവിധായകൻ. ഛായാഗ്രഹണമാണെങ്കിൽ പറയേണ്ടതില്ല, മധു അമ്പാട്ടാണ് ഛായാഗ്രഹണം. ഒരു പെയിൻറ്റിങ്ങിൽ കാണുന്നത് പോലെയുള്ള ഫ്രെയിമുകൾ അത് വരച്ചെടുക്കുന്നത് മധു അമ്പാട്ടാണ്. അതിൻ്റെ കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സാബു സെറിലാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കലാസംവിധായകനായ സാബു സെറിൽ, ബാഹുബലി ഉൾപ്പെടെയുള്ള സിനിമകൾ ചെയ്ത സാബു സെറിൽ. ഇതിൻ്റെ സംഗീതം ചെയ്തതാവട്ടെ 2 ലെജൻഡുകൾ ചേർന്നാണ്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷിനെ കുറിച്ച് ആരോടെയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്രൻ മാഷാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അവരുടെ പാട്ടുകളൊക്കെ എന്നും മലയാളികൾ നെഞ്ചിലേറ്റിയ പാട്ടുകളാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ബാബു തിരുവല്ലയാണ്. ബാബു തിരുവല്ല നിർമ്മിച്ച ഈ സിനിമ, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ മമ്മൂക്കയെ കൂടാതെ അതുല്യ നടനായിരുന്ന മുരളി, ബാലൻ കെ നായർ, കുതിരവട്ടം പപ്പു, KPSC ലളിത, ചിത്ര, അശോകൻ, മാധു, സൈനുദ്ദീൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. 4Kയിൽ ചെയ്തിരിക്കുന്ന ഈ സിനിമ 7.1 അറ്റ്മോസിലാണ് ഇതിൻ്റെ ശബ്ദം ചെയ്തിരിക്കുന്നത്. അമരം എന്ന ഈ സിനിമ നവംബർ 7 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു. ലോകരാജ്യങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് സൈബർ സിസ്റ്റംസ് എന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ഈ സൈബർ സിസ്റ്റംസ് ആണ് തുടരും, എമ്പുരാൻ തുടങ്ങി നിരവധി മലയാള, തമിഴ്, തെലുങ്ക്, ഹിന്ദി ചലച്ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത്. അവർ തന്നെയാണ് ഇതിൻ്റെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നതും. അങ്ങനെ ഈ വരുന്ന നവംബർ 7 കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ മമ്മൂക്ക സിനിമ. അപ്പോൾ നമുക്ക് 7 തിയേറ്ററിൽ കാണാം. എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ.